മധു, ഇത് ഞാൻ ഈ കേസിലെ വാദിയായ ശ്രീമതി ടീച്ചറുടെ ഹൈക്കോടതിയിലെ അഭിഭാഷകനും ഇപ്പോൾ ഇതിൽ സംസാരിക്കുന്ന ശ്രീ ബി ഗോപാലകൃഷ്ണൻ ഈ കേസിലെ പ്രതിയുമാണ്. പ്രതിയും അല്ലെങ്കിൽ വാദിയുടെ അഭിഭാഷകനും തമ്മിൽ ചാനലിലൂടെ തർക്കിക്കുന്നതിൽ യുക്തിയില്ല. കാരണം ഇത് കോടതിയിൽ ഈ കേസ് പെൻഡിങ് നിൽക്കുകയാണ്. അതിൽ എനിക്ക് കുറച്ച് പരിമിതിയുണ്ട്. ഞാനിപ്പോൾ പ്രതികരിക്കുന്നത് CPM വക്താവ് എന്ന രൂപത്തിലാണ് ഞാൻ പ്രതികരിക്കുന്നത്. എനിക്ക് അതാണ് ഇപ്പോൾ പറ്റുള്ളൂ. കാരണം നിയമപരമായിട്ടുള്ള മറ്റു പ്രശ്നങ്ങളുണ്ട്. അപ്പോ ഇതിൽ മീഡിയേഷൻ സെന്ററിൽ അഭിഭാഷകർക്ക് വലിയ റോളില്ല. കക്ഷികൾ തമ്മിലുള്ള ഇതാണ് ജഡ്ജിന്റെ മുമ്പിൽ വെച്ചത്. ജില്ലാ ജഡ്ജാണ് അതിന് നേതൃത്വം കൊടുത്തത്. അവിടെ വെച്ച് നിരുപാധികം ഞാൻ ഖേദം പ്രകടിപ്പിക്കാം, എനിക്ക് ഈ കേസുമായിട്ട് പ്രൊസീഡ് ചെയ്ത് പോകാൻ കഴിയില്ല എന്നുള്ള തരത്തിൽ പറയുകയും പൊതുസമൂഹത്തിൽ വന്ന് പറയുകയും അത് പിന്നീട് വന്ന് രേഖയാക്കുകയും ആ രേഖയിൽ ഒപ്പിടുകയും എല്ലാം കഴിഞ്ഞിട്ട് 10-14 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെയാണ് ചെയ്തത്. ടീച്ചറുടെ സങ്കടം ഇതിൽ വാദി കോടതിയിൽ വന്ന് സങ്കടപ്പെടേണ്ട കാര്യമുണ്ടോ? വാദിക്ക് കംപ്ലൈന്റ് ഉള്ളതുകൊണ്ട് കോടതിയിൽ ഫയൽ ചെയ്തു, ഫയലിൽ സ്വീകരിച്ചു, പ്രതിക്ക് സമൻസ് അയച്ചു, പ്രതി വന്ന് ജാമ്യം എടുത്തു. അതിന്റെ ട്രയൽ സ്റ്റേജ് ആ സമയത്താണ് ഹൈക്കോടതിയിൽ ഇപ്പൊ ഇങ്ങനെ ഒരു കേസ് ഇദ്ദേഹം കൊടുത്തത്. അതെല്ലാം പൊതുസമൂഹത്തിന് വ്യക്തമാണ്. ഇനിയിപ്പോ ആ മാപ്പിൽ കിടന്നിങ്ങനെ ഇങ്ങനെ കിടന്ന് വരികിയിട്ട് ഒരു കാര്യമില്ല. കൃത്യ പൊതുസമൂഹത്തിന് ബോധ്യമുണ്ട്. എന്തായാലും കോടതിയിൽ ഈ കേസ് പെൻഡിംഗ് ആണ്. നമുക്ക് ഇപ്പൊ ഈ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഇന്നത്തെ പുതിയ സാഹചര്യങ്ങൾ ഈ കേസിൽ ഇനി എങ്ങനെയാ മുന്നോട്ട് പോകേണ്ടത് ടീച്ചറായിട്ട് ആലോചിച്ച് ചെയ്യും. എന്തായാലും ജനങ്ങൾക്ക് ഇതിൽ പൂർണ്ണമായിട്ട് വ്യക്തമാണ്. ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു രേഖയില്ല. കള്ളമായിട്ടുള്ള വ്യാജമായിട്ടുള്ള ആരോപണമാണ് ഉന്നയിച്ചത്. അത് രേഖയില്ലാത്തടത്തോളം കാലം കേസുമായിട്ട് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിയില്ലെന്ന് ഇദ്ദേഹം 6 മിനിറ്റോളം മാധ്യമങ്ങളായിട്ട് സംസാരിച്ചതാണ്. പലരും ചോദ്യം തിരിച്ചു ചോദിക്കുകയും അതിന് മറുപടി കൊടുക്കുകയും ചെയ്തതാണ്. അതുകൊണ്ട് ഇതൊക്കെ ജനങ്ങളുടെ മുന്നിലുള്ള വിഷയം തന്നെയാണ്. ബാക്കി എന്തായാലും കോടതി കാണാം. ശരി ഗോപാലകൃഷ്ണൻ, ഇപ്പോ ഇനി ബാക്കി നിങ്ങൾ തമ്മിലുള്ള തർക്കം കോടതിയിലേക്ക് എത്തുന്ന ഒരു കാര്യമാണ്. താങ്കൾ പറഞ്ഞതുപോലെ ഇന്നലെ ഈ കോടതിയിൽ നിന്ന് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും താങ്കൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ താങ്കൾ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നു. ടീച്ചറിൻ്റെ ഒരു മനോവ്യഥ കണ്ട്, അല്ലെങ്കിൽ താങ്കൾ പറയുന്ന പോലെ കണ്ണീര് കണ്ടിട്ടാണെങ്കിലും എന്താണെങ്കിലും ഇന്നലെ ഖേദം പ്രകടിപ്പിക്കാൻ തീരുമാനിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് തൻ്റെ ഔദാര്യമാണ്, ഇന്നലെ വളരെ ഗ്രേസ്ഫുൾ ആയിട്ട് അത് കഴിഞ്ഞു, പക്ഷേ ഇന്ന് വീണ്ടും വന്ന് ഔദാര്യമാണ് തുടങ്ങിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ടീച്ചറിൻ്റെ കണ്ണീര് കണ്ടിട്ടാണ് എന്ന് പറയേണ്ട എന്ത് സാഹചര്യമാണ് ഉണ്ടായത്? കോടതി പറഞ്ഞിട്ട് അരുൺകുമാർ വാദിച്ച് കോടതിയിൽ ബി ഗോപാലകൃഷ്ണനെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചു എന്ന് ഈ CPM ചാനൽ തട്ടിവിട്ടത് എന്തടിസ്ഥാനത്തിലാണ്? ഈ അരുൺകുമാറിന് മാന്യതയുണ്ടെങ്കിൽ അയാൾ പറയണ്ടേ അത് തെറ്റാണ് നിങ്ങൾ പറഞ്ഞെന്ന് പറയണ്ടേ? എൻ്റെ കേസ് എന്താണെന്ന് പോലും അറിയാത്ത ആളാണ് ഇങ്ങേര്. ഞാനാണ് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തത് എന്തു പറഞ്ഞിട്ട്? മീഡിയേഷൻ കംപ്ലീറ്റ് ആയ ഒരു വിഷയത്തിൽ വീണ്ടും കേസ് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അല്ലാണ്ട് അതാണ് ക്വാഷ് ചെയ്യാനായിട്ട് ഞാൻ കൊടുത്തതാണ്. എൻ്റെ ഔദാര്യം തന്നെയാണ് പത്രക്കാരുടെ മുമ്പിൽ ഞാൻ സംസാരിച്ചത്. അതെൻ്റെ ഔദാര്യമാണ്, യാതൊരു സംശയവുമില്ല. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. എൻ്റെ കയ്യിൽ രേഖയുണ്ടോ രേഖയില്ല അതൊക്കെ വേറെ വിഷയം. എൻ്റെ കയ്യിൽ ഒരു രേഖയുണ്ടാവില്ല. പക്ഷേ എനിക്ക് കേസ് വേണമെങ്കിൽ ടീച്ചർ മരിക്കുന്നവരെ കൊണ്ടു നടക്കാം. കാരണം ഒരൊറ്റ പോയിന്റ് മാത്രമേ ഉള്ളൂ. ഒരിക്കൽ ഖേദപ്രകടനം നടത്തിയാൽ അത് മീഡിയേഷനിൽ രേഖപ്പെടുത്തിയാൽ പിന്നെ ഖേദവും വേണ്ട, പിന്നെ വേറൊന്നും വേണ്ട, കേസ് തീരും. അത് സുപ്രീം കോടതിയുടെ തീരുമാനമാണ്. ഞാൻ ഖേദം രേഖപ്പെടുത്തിയതാണ്. പിന്നെ അതിന് മുകളിലാണ് ടീച്ചർ കേസ് കൊടുത്തത്. ആ കേസ് നിൽക്കില്ല എന്നാണ് എൻ്റെ വാദം. ഇതൊന്നും ഈ അരുൺകുമാറിന് അറിയില്ല. രണ്ടാമത്തെ കാര്യം, ഇപ്പം അരുൺകുമാർ എന്താ പറഞ്ഞത്? മീഡിയേഷനിൽ വക്കീലുമാർക്ക് യാതൊരു പ്രസക്തിയില്ലെന്ന്. ശരിയാണല്ലോ. അപ്പോൾ മീഡിയേഷനിൽ വക്കീലിന് പ്രസക്തിയില്ല, കക്ഷികൾക്ക് മാത്രമേ ഉള്ളൂ. എൻ്റെ താല്പര്യമാണ് ഖേദപ്രകടനം ഞാൻ നടത്തി, ഞാൻ അവിടെ പറയാം എന്നുള്ളത് എൻ്റെ താല്പര്യമാണ്. കേരള രാഷ്ട്രീയത്തിൽ ആരാണ് അങ്ങനൊരു മാന്യമായ നിലപാട് സ്വീകരിക്കുക? ആ മാന്യമായ നിലപാട് ഞാൻ സ്വീകരിച്ചതിന് ഈ ശ്രീമതി ടീച്ചർ എന്നോട് നന്ദി പറയുകയും എനിക്ക് നല്ലത് വരട്ടെ എന്നും പറഞ്ഞില്ലേ? ആരെങ്കിലും മാപ്പ് പറയുമ്പോൾ അങ്ങനെ പറയുമോ? പിന്നെ മാപ്പ് എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുന്ന എന്തടിസ്ഥാനത്തിലാണ്? അപ്പോളജി ആണോ? അങ്ങനെയാണെങ്കിൽ അപ്പോളജി എന്ന് എഴുതിയ ഒരു രേഖ അരുൺകുമാറിന് കാണിച്ചു തരാൻ പറ്റുമോ? മീഡിയേഷനിൽ ഒപ്പിട്ട് രേഖയുണ്ടല്ലോ. റിഗ്രറ്റ് എന്ന വാക്കാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. റിഗ്രറ്റ് എന്ന് പറഞ്ഞാൽ ഖേദമാണ്. ആ ഖേദം ഈ ടീച്ചറുടെ മനോവ്യഥയിലാണ്. അതിൽ ഞാൻ അന്നും ഇന്നും ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. അതിനകത്തൊരു മാറ്റമില്ല. ഞാൻ ഇന്നലെയും പറഞ്ഞു, ഇപ്പോഴും പറഞ്ഞു. പക്ഷേ ഇവരുടെ ഹാൻഡിലുകൾ ഗോപാലകൃഷ്ണൻ മാപ്പ് പറഞ്ഞു, അരുൺകുമാർ വാദിച്ചിട്ട് മാപ്പ് പറഞ്ഞു. ഇയാൾക്ക് നാണമില്ലേ? ഒരു മാന്യത വേണ്ട. ഞാനിങ്ങനെ ഒരു മാന്യതയില്ലാത്ത മനുഷ്യനാണെന്ന് വിചാരിച്ചില്ല. മാന്യതയുള്ള മനുഷ്യനാണ്. ഞാനിപ്പോഴും ഞാൻ ഈ തീരുമാനത്തിലാണല്ലോ നിങ്ങൾ മാതൃഭൂമി ചാനലിനോട് ഇപ്പോഴും പറയുന്നത്. എൻ്റെ തീരുമാനത്തിൽ ഒരു വ്യത്യാസവുമില്ല.
എൻ്റെ തീരുമാനം ടീച്ചറോട് ഖേദം രേഖപ്പെടുത്തിയെന്നാണ്. പക്ഷേ ടീച്ചറോട് ഖേദം രേഖപ്പെടുത്തിയത് ടീച്ചറും അരുൺകുമാറും ചേർന്ന് അതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചാൽ അത് ഞാൻ ഔദാര്യമാണെന്ന് പറയും. എൻ്റെ ഔദാര്യത്തിൻ്റെ മുകളിലാണ് നിങ്ങൾ സംസാരിക്കുന്നതെന്ന് ഞാൻ പറയും. അതിപ്പോഴും പറയും, നാളെയും പറയും. അതിന്റെ മുകളിൽ ടീച്ചർ ഇത് പറ്റില്ല എന്ന് വീണ്ടും പോകേണ്ടതുണ്ട് അടക്കമുള്ള കാര്യമാണ് പറഞ്ഞത്. ഗോപാലകൃഷ്ണൻ അദ്ദേഹം പറയുന്ന അനുസരിച്ച് അദ്ദേഹം ഖേദപ്രകടനം നടത്തി. പക്ഷേ ഇടതുപക്ഷ ഹാൻഡിലുകൾ അതിനെ ബി ഗോപാലകൃഷ്ണൻ മാപ്പ് പറഞ്ഞു എന്ന രീതിയിൽ പറഞ്ഞ് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം അത് മറ്റൊന്നും കൊണ്ടല്ല തന്റെ ഔദാര്യം എന്ന നിലയ്ക്ക് പറഞ്ഞത് എന്നുള്ളതാണ്. എന്തായാലും ഈ കേസ് കോടതിയിലേക്ക് വീണ്ടും എത്തും, ഖേദപ്രകടനം എത്തുമ്പോൾ ഈ കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് അറിയില്ല. നോക്കാം അതിന്റെ പുരോഗതിയിൽ.